ഹായ് സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് ആയാർ മുനമ്പ് മക്കാം മുറൂസിൻ്റെ അടുത്താണ്. മയിൽ ഗ്രാമപഞ്ചായത്തിലെ വർഷങ്ങളായി എല്ലാ വിഭാഗം ആൾക്കാരും ഒത്തുചേരുന്ന ഒരു വലിയ ഉത്സവമാണ്. 3 ദിവസമായി നടക്കുന്ന ഈ ഉത്സവം ഇന്ന് രാത്രി പരിസമാപ്തി ചെയ്യുകയാണ്. ഈ പുഴയോട്, വളവട്ടണം പുഴയോട് ചേർന്നിട്ടുള്ള വളരെ മതസൗഹാർദ്ദവും ജാതി മത വർഗ വ്യത്യാസമില്ലാതെ എല്ലാവരും കൂടി വർഷങ്ങളായി ഒത്തുചേരുന്ന ആയാർ മുനമ്പ് മക്കാം മുറൂസിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹലോ സുഹൃത്തുക്കളെ, ഇതാണ് ആയാർ മുനമ്പ് മക്കാം മുറൂസ്. വിശ്വാസത്തിൻ്റെ വലിയ ഒരാൾക്കൂട്ടമാണ് ഇവിടെയുള്ളത്. ജാതി മത വർഗ വ്യത്യാസമില്ലാതെ എല്ലാ വർഷവും 3 ദിവസം നടക്കുന്ന ഒരു വലിയ ഒത്തുചേരലാണ് ഇവിടെ നടക്കുന്നത്. ഈ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളും കൂടിച്ചേർന്നിരിക്കുന്ന ഒരു വലിയ സംഭവമാണ്. സുഹൃത്തുക്കളെ, നമ്മൾ വിശ്വാസത്തിൻ്റെ പാതയിൽ, അതായത് വർഷങ്ങളായി നടന്നു വരുന്ന ഒരു വലിയ മതസൗഹാർദ്ദത്തിൻ്റെ വിശ്വാസത്തിൻ്റെ പാതയിൽ ഞാനും എൻ്റെ സുഹൃത്തും പങ്കാളികളാണ്. മുല്ലക്കുടി ആയാർ മുനമ്പ് മക്കാം മുറൂസിൻ്റെ ഇന്ന് അവസാനത്തെ ദിവസമാണ്. നമ്മളിവിടെ വന്നതാ ഈ ഒരു ചടങ്ങിൽ ഞങ്ങളും ഭാഗമാക്കുകയാണ്. പുരാതനപരമായ ആചാര്യന്മാർ, അതായത് ഇസ്ലാം മത വിശ്വാസത്തിൻ്റെ ആചാര്യന്മാർ ഈ ഖബർസ്ഥാനത്തിൽ ഉണ്ടായ മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രസിദ്ധനാക്കപ്പെട്ട ഒരു സ്ഥലമാണ് മക്കാം മുറൂസ്. വിശ്വാസങ്ങൾ നിലനിൽക്കുന്ന സ്ഥലങ്ങളിൽ പ്രകൃതി വലിയ ഒരു മാറ്റം, അതായത് ഈ മരങ്ങൾ, കാടുകൾക്കുള്ളിലുള്ള ഈ തണുപ്പ്, പുഴ, ഇതൊക്കെ ആയിട്ടുള്ള ദൃശ്യം വളരെ ഈ ചൂട് സമയത്ത് വളരെ കണ്ണിനൊരു കുളിർമ നൽകുന്നതാണ്. ഇവിടെ വന്നപ്പോൾ കാണാൻ കഴിഞ്ഞ ഒരു വലിയ, അതായത് എത്രയോ വർഷം പഴക്കമുള്ള വലിയൊരു മരമാണ് ഈ കാണുന്നത്. ഇത് എൻ്റെ സുഹൃത്താണ് ഷാഫി കോർലായി. വലിയ രീതിയിൽ പൊതുപ്രവർത്തനം നടത്തുന്ന ഒരു സുഹൃത്താണ്. അതായത് ഈ കാണുന്ന പുഴ അത്ര നല്ല സൗന്ദര്യാത്മകമായ പുഴയോട് ചേർന്നിട്ടുള്ളതാണ് ഈ മക്കാം മുറൂസ്. ഈ കാണുന്ന ഈ മുറൂസിൻ്റെ കാഴ്ചകൾ. അപ്പോൾ ശരിക്കും പറയുന്നത് ഈ സ്ഥലം പണ്ട് എങ്ങനെയാണെന്ന് പറയാം. അത് കാണുന്നത് കോർലായാണ്. കോർലായിൻ്റെ ഒരു ഭാഗമാണ്. കോർലായിന്റെ ഒരു ഭാഗം, ആ കാണുന്നത് കോർലായുടെ ഒരു ഭാഗം. കോർലായിന്റെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു 300 ഏക്കർ ഉണ്ടായ കോർലായിന്റെ ഒരു ഏക്കർ കണക്ക് അതിന് ഭാഗപ്പെട്ട സ്ഥലം. അപ്പൊ അതിന്റെ ഇടയിൽ ഒരു 1.5 ഏക്കർ തെങ്ങും തോട്ടവും അതിന്റെ ഇടയിൽ ഒരു ഫുട്ബോൾ കളിക്കാൻ ഒരു മണൽ പരപ്പാണ്. ഫുട്ബോൾ കളിക്കേണ്ട ഒരു മണൽ പരപ്പാണ്. ചെറിയ പ്രായത്തിൽ ഞാനൊരു 15 വയസ്സ് വരെ ഞാൻ ആ മണൽപ്പരപ്പ് 16-17 വയസ്സ് വരെ മണൽപ്പരപ്പ് ഫുട്ബോൾ കളിച്ചിട്ടുണ്ട്. ഇന്നത് ഞങ്ങൾ ഇറങ്ങിയാൽ
ഞങ്ങൾ നിലയെത്താത്ത അത്ര കായമുള്ള ഒരു സ്ഥലമായി മാറി. ഇപ്പം വീണ്ടും അത് കൂട്ടി യോജിച്ച് വരുന്നുണ്ടോ എന്ന് എനിക്ക് സംശയം. അപ്പൊ ഈ കരയിടിച്ചല് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. കരയിടിച്ചൽ എന്ന് പറഞ്ഞാല് പിന്നെ പലയാള പുറമ്പോക്ക് പോകും. പഞ്ചായത്തിന്റെ കൈവശമുള്ള ഏകദേശം 100 മീറ്റർ വീതിയിലുള്ള പുറമ്പോക്ക് കൈവശം കഴിഞ്ഞിട്ട് വ്യക്തികളുടെ സ്ഥലം കൂടി എത്തിയില്ലേ. പഞ്ചായത്തിന്റെ കൈവശം ഉണ്ടായ പുറമ്പോക്ക് ഭൂമി വെച്ച് നഷ്ടപ്പെട്ടു. അതിനുശേഷം വ്യക്തികളുടെ സ്ഥലം കയറി പിടിക്കാൻ തുടങ്ങി പുഴ. ഉറൂസിനെ കുറിച്ചിട്ട്, അതായത് വർഷങ്ങളായിട്ട് ഈ ഒരു 3 ദിവസം നമ്മുടെ ഈ മയിൽ പഞ്ചായത്തിലെയും മറ്റ് പഞ്ചായത്തിലും ആൾക്കാർ വരുന്ന, അതായത് ഇതിന്റെ അക്കരെ സ്ഥലം കുറുമാത്തൂരും കോർലായും എല്ലാം സംഗമിക്കുന്ന ഒരു സ്ഥലമാണ് ഉറൂസിന്. നിങ്ങൾ ഇതിൽ എത്ര വർഷമായിട്ടുണ്ടാവും? വർഷങ്ങൾ. ഉറൂസ് എന്ന് പറഞ്ഞാൽ വർഷം ഒന്നും പറയാൻ കഴിയില്ല. എന്റെ ഫാദർ മരിച്ച ഇവിടെ തന്നെ ഉള്ളത്. അപ്പൊ എന്റെ ഫാദറിന് മുന്നേ എന്റെ ഫാദറിന് ചെറിയ പ്രായത്തില് തോണി വെച്ചിട്ട് പാലം കെട്ടി ഇക്കരത്തൊക്കെ നേർച്ച കഴിച്ചിട്ടുണ്ട് എന്നുള്ള അറിയുന്ന ഞാൻ അറിവുണ്ട്. അതിന് മുന്നേ ഉണ്ടാവാം. ഇതിന്റെ ആദ്യം മുമ്പ് കാലത്ത് ഇവിടെ പറശ്ശിനി പാലവും മുല്ലക്കുടി പാലവും ഇല്ലാത്ത കാലത്ത് തളിപ്പുറം നിന്ന് അക്കരെ വന്ന് ആ വണ്ടി അവിടെ വെച്ചിട്ട് തോണി കടന്നിട്ട് വന്നിട്ട് ഇവിടെ ഈ വിശ്വാസത്തിന്റെ പേരിൽ ജനങ്ങൾ എത്തുന്നതാണ്. ഇന്ന് വാഹന സൗകര്യം വന്നപ്പം എല്ലാം മുല്ലക്കുടി പാലം പറശ്ശിനി പാലം വന്നിട്ട് അപ്പുറം പാർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നത്. അതുകൊണ്ടാണ് ഈ ബോട്ടിലേക്ക് ആൾക്കാർ കുറഞ്ഞതായിട്ട് കാണുന്നത്. പിന്നെ മതാചാരം എന്ന് പറഞ്ഞാൽ മതേതരത്വത്തിന്റെ ഒരു ഭാഗം തന്നെ ഇത്. ഈ 2-3 ദിവസം പടിഞ്ഞാറ് ഭാഗം മുസ്ലിങ്ങളാണെങ്കിലും ഈ മക്കാമിന്റെ കിഴക്ക് ഭാഗം നമ്മുടെ സഹോദര സമുദായക്കാരാണ്. അവരാണ് ഇത് ശരിക്കും ഇത് പരിപാലിപ്പിക്കലും ഇതിന്റെ ഈ 3 ദിവസം അവർക്കൊരു ചെറിയൊരു ആഘോഷമാണ്. ഞാൻ നിരവധി പേരുടെ ചന്തയും ചാപ്പാടി ജിനീഷ് അവര് ശരിക്കും ഒരു അവരവിടെ പോയി നമ്മള് മുസ്ലിങ്ങളെ പെരുന്നാൾ ആഘോഷം പോലെയാണ് അവരെ കാണുന്നത്. അത്രക്കും ഇത് ഷാഫിന്റെ മകനല്ലേ? എന്റെ മകനാണ് ഇത്. ഷാദിലാണ്. അപ്പൊ സുഹൃത്തുക്കളെ, ഇങ്ങനെയാണ് മക്കാമിന്റെ ഞാൻ കൂടുതൽ കാഴ്ചകൾ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. മക്കാമിന്റെ ചരിത്രം എന്ന് പറയുന്നത് ഒരു വിശ്വാസി, അതായത് ആ വിശ്വാസി എത്ര കണ്ട് ആ ദൈവത്തിനോടുള്ള ആ ഒരു കാഴ്ചപ്പാട് അദ്ദേഹത്തിനെ തന്നെ ഒരു ദൈവമാക്കി മാറ്റിയ ഒരു സ്ഥലമാണിത്. ആ ദൈവമാക്കിയ സ്ഥലത്ത് മറ്റുള്ള എല്ലാ ആൾക്കാരും അദ്ദേഹത്തിനെ കാണാൻ വരുന്ന ഒരു ദിവസമായിരിക്കും അല്ലേ? അങ്ങനെ ആയിരിക്കും. വർഷത്തിൽ ഈ ഉറൂസ് സമയത്ത് 2 ദിവസം കൂടി ഉണ്ടാവില്ല. അതൊരു ദൈവ ഇതല്ല, ഒരു നമ്മളെ ഒരു മൺമറഞ്ഞ ആളെ അടക്കം ചെയ്തിരിക്കുന്ന ഒരു ഇത്. അതാണ് ആ ഒരു സൗഹൃദമാണ് ഈ കാണുന്ന ഒരു വലിയ കൂട്ടായ്മ. സ്വയം വെറുതെയാക്കുന്നതാണ്. അപ്പൊ നമ്മള് ആയർമരുമെന്ന് മടങ്ങിയാണ്. നമ്മളെ അടുത്ത ശംഖ് സുഹൃത്താണ്. ഇക്കാന്റെ ഇലക്ട്രോണിക്സ് ആണ് ഇത്. അവിടെ ഈ വർഷത്തെ ഇലക്ട്രോണിക് സാധനങ്ങൾ മികച്ച റേറ്റില് 10-35 വർഷമായിട്ട് ചെയ്യുന്ന ഇലക്ട്രോണിക് പാരമ്പര്യമുള്ള കച്ചവടക്കാരനാണ്. ഇക്ക നമ്മളെ റൂട്ടിലെല്ലാം എപ്പോൾ വരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തിയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.